വളരെ സ്ട്രേഞ്ച് ആയിട്ട് തോന്നുന്ന ആളുകൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് നമുക്ക് ആശ്ചര്യം തോന്നുന്ന ചില കാര്യങ്ങൾ ചിലർ സ്കിന്നിൽ പരീക്ഷിക്കാറുണ്ട്. അങ്ങനെയുള്ള ഒന്നാണ് സ്കിൻ ടാക്സിന്റെ ചുവട്ടിൽ തലമുടി കെട്ടിയിടുക. സ്കിൻ ടാക്സ് മാറാനായിട്ട് ചില ആളുകൾ തലമുടി എടുത്തിട്ട് അതിന്റെ ബേസിൽ കെട്ടിയിടും. ചില ആളുകൾ എവിടുന്നാണോ കിട്ടണതെന്ന് അറിയില്ല, കുതിരയുടെ വാലൊക്കെ എടുത്തിട്ട് സ്കിന്നിന്റെ ചുവട്ടിൽ സ്കിൻ ടാക്സിന്റെ ബേസിൽ കെട്ടും. ഇവർ കരുതുന്നത് സ്കിൻ ടാക്സിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറഞ്ഞ് സ്കിൻ ടാക്സ് കരിഞ്ഞ് തന്നെ വീണ് പോകുന്നുള്ളതാണ്. എന്നാൽ പ്രാക്ടിക്കലി സ്കിൻ ടാക്സ് സ്വലനായി അതിൽ ബാക്ടീരിയ വന്ന് ഇൻഫെക്ഷൻ വന്ന് വളരെ പെയിൻഫുള്ളായി ചുറ്റുമുള്ള സ്കിന്നിലേക്കും ഇൻഫെക്ഷൻ സ്പ്രെഡായി കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിട്ട് ഉള്ള സിറ്റുവേഷനാണ് കോമൺ ആയിട്ട് നമ്മൾ കാണാറുള്ളത്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. സ്കിൻ ടാക്സ് സ്കിൻ ക്ലിനിക്കിൽ വളരെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാവുന്നതാണ്. തലമുടി വട്ടത്തിൽ കൊഴിഞ്ഞു പോകുന്ന ഒരു കണ്ടീഷനാണ് അലോപീഷ്യ ഏരിയേറ്റ. അലോപീഷ്യ ഏരിയേറ്റ എന്ന കണ്ടീഷനിലും സ്കിന്നിന്റെ മുകളിൽ വൈറൽ ഇൻഫെക്ഷൻസ്, വോർട്ട്, അരിമ്പാറ എന്ന് ചിലർ പറയുന്ന സ്കിൻ കണ്ടീഷനിലും ചുണ്ണാമ്പ് എടുത്തിട്ട് പുരട്ടുന്ന ആൾക്കാരുണ്ട്. ചുണ്ണാമ്പ് പുരട്ടുമ്പോൾ അതിൻ്റെ ഇറിറ്റേഷൻ കൊണ്ട് ഈ വോർട്ട് കരിഞ്ഞു വീണു പോകുന്നതാണ് ആളുകൾ പ്രതീക്ഷിക്കുന്നത്. ഇത് ചെയ്യുന്നവർ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഈ വോർട്ട് വീണു പോവില്ല, പൂർണ്ണമായിട്ടും വീണു പോവില്ല, വൈറസ് മുഴുവനായിട്ട് നശിച്ചു പോവില്ല എന്ന് മാത്രമല്ല, അതിന് ചുറ്റുമുള്ള സ്കിന്നിൽ ബേണായി പെർമനൻ്റ് ആയിട്ടുള്ള കരിഞ്ഞ പാടുകൾ വരും. തലയിൽ അലോപീഷ്യ ഏരിയേറ്റയിൽ മുടി വളരാൻ വേണ്ടിയിട്ട് ചുണ്ണാമ്പ് പുരട്ടി ഇൻഫെക്ഷൻ വന്ന് സ്കാറായി മുടി വളർന്ന് പുറത്തേക്ക് വരാനുള്ള സുഷിരങ്ങൾ അടഞ്ഞുപോയി പെർമനന്റ് സ്കാർ വന്ന് ഒരിക്കലും മുടി വളരാത്ത പാച്ചായിട്ട് അത് മാറാനും ചാൻസ് ഉണ്ട്. ഇതിലും കോമൺ ആയിട്ട് കാണുന്ന ആൾക്കാർ ചെയ്യുന്ന ഒരു DIY ഹാക്കാണ് പിമ്പിൾസിന്റെ മുകളിൽ ടൂത്ത് പേസ്റ്റ് അപ്ലൈ ചെയ്യാന്നുള്ളത്. ടൂത്ത് പേസ്റ്റ് എന്തായാലും വീട്ടിലുണ്ടല്ലോ. ചില ആളുകൾ ലിപ് സ്ക്രബ് പോലെ ലിപ്പിലും പുരട്ടുന്നവരുണ്ട്. ടൂത്ത് പേസ്റ്റിലുള്ള ഇൻഗ്രീഡിയൻസ് പിമ്പിൾസിനെ ആയാലും ലിപ്പിന്റെ മുകളിലായാലും ഇറിറ്റേഷൻ ഉണ്ടാക്കുകയാണ് ചെയ്യുക. നമ്മുടെ ശരീരത്തിലെ മറ്റുള്ള ഭാഗത്തെ സ്കിൻ പോലെയല്ല ചുണ്ടിന് മുകളിലുള്ള സ്കിൻ. ഇത് പെട്ടെന്ന് ഇറിറ്റേഷൻ വരാനും ചുണ്ടിന് ചുറ്റും കറുത്ത പാട് വരാനും ഇത് കാരണമാവാം. മുഖക്കുരുവിന്റെ മുകളിൽ ടൂത്ത് പേസ്റ്റ് പുരട്ടുമ്പോൾ മുഖക്കുരു മാറില്ല എന്ന് മാത്രമല്ല ഇൻഫെക്ഷൻ കൂടാം, പെർമനന്റ് ആയിട്ടുള്ള സ്കാർ വരാം. മറ്റൊന്നാണ് ഗാർലിക്. വെളുത്തുള്ളി എടുത്തിട്ട് പിമ്പിൾസിന് മുകളിൽ പുരട്ടുക. വെളുത്തുള്ളി എന്തായാലും നമ്മൾ ഭക്ഷണത്തിൽ കഴിക്കുന്നതാണല്ലോ, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും വരില്ല, എന്തായാലും അടുക്കളയിലുള്ളതാണല്ലോ എന്ന് കരുതിയിട്ടാണ് വെളുത്തുള്ളി അരച്ചെടുത്തിട്ട് കട്ട് ചെയ്തിട്ട് പുരട്ടുന്നവരുണ്ട്, അരച്ച് പുരട്ടുന്നവരുണ്ട്. വെളുത്തുള്ളിയിലുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് സ്കിന്നിന് ബേൺ ചെയ്യും. ഇത് പെർമനന്റ് മാർക്കും പെർമനന്റ് സ്കാറും ഉണ്ടാക്കാം. ഇത് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഈ പറഞ്ഞ സ്കിൻ കണ്ടീഷൻസ് എല്ലാം യാതൊരു പ്രശ്നവും ഇല്ലാതെ ഒരു ഡെർമറ്റോളജിസ്റ്റിന്റെ ക്ലിനിക്കിൽ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇങ്ങനെയൊന്നും ചെയ്ത് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കരുത്. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആളുകൾ പറയുന്നത്, ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്, ഞാൻ ഈ വീഡിയോയിൽ കണ്ടതാണ്, നാട്ടിൽ പോയപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു തന്നതാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇതെല്ലാം ഈസിയായി ഒരു ഡെർമറ്റോളജിസ്റ്റിന്റെ ക്ലിനിക്കിൽ ഇൻഫെക്ഷനോ മാർക്കോ ഇല്ലാതെ റിമൂവ് ചെയ്യാൻ പറ്റാവുന്ന ചെറിയ പ്രശ്നങ്ങളാണ്. ചെറിയ പ്രശ്നങ്ങൾക്ക് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കാതെ ഒരു ഡെർമറ്റോളജിസ്റ്റിന്റെ അഡ്വൈസ് എടുത്തിട്ട് വേണം ഇതിനൊക്കെ പരിഹാരം ചെയ്യാൻ. DIY വീഡിയോസ് കണ്ട് ക്വാളിഫൈഡ് അല്ലാത്തവരുടെ അഡ്വൈസ് കേട്ട് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്.